ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ശനിയാഴ്ചകൾ ലൈവ് കാണാൻ വലിയ താല്പര്യം ഞാൻ കാണിക്കാറില്ല, കാരണം കണ്ടന്റുകൾ കുറവുള്ള ഒരു ദിവസമായിരിക്കും മിക്കപ്പോഴും. കാരണം ഫ്രൈഡേസ് എപ്പോഴും അവർക്ക് വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടിന് വേണ്ടി തയ്യാറെടുക്കേണ്ട ഒരു ദിവസമാണ്. ഫ്രൈഡേ ഷൂട്ട് ചെയ്ത് വെച്ചാണ് അടുത്ത ദിവസം നമ്മളെ ലൈവിൽ കാണിക്കുന്നത്. അപ്പൊ അതൊരു റെസ്റ്റ് ഡേ ആണ്. പക്ഷെ ഇപ്പൊ ഞാൻ ലൈവ് ജസ്റ്റ് ഒന്ന് വെച്ചപ്പോ കണ്ടത് നമ്മുടെ ശ്രീരേഖ ചേച്ചിയും അതേപോലെ തന്നെ സുരേഷും കൂടി ഗെയിമിനെ കുറിച്ചൊരു ചെറിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. പറയുന്നത് നമ്മുടെ രതീഷ് അണ്ണനെ കുറിച്ചാണ്. അയാൾ ഭയങ്കര സ്മാർട്ടാണ്. അയാൾ എല്ലാരെയും വെറുപ്പിക്കുന്ന കൂട്ടത്തിൽ എന്നെയും വെറുപ്പിക്കാൻ വന്നു. പക്ഷെ ഞാൻ എന്റെ സ്പേസ് നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്തു. അയാളുടെ സ്മാർട്ട്നെസ് എന്റെ അടുത്ത് മാത്രം വിലപ്പോയില്ല എന്ന് ശ്രീരേഖ സുരേഷിനോട് പറയുകയാണ്. എന്തൊരു കോമഡി ആണെന്ന് ഓർക്കണം. സ്പേസ് ഭംഗിയായിട്ട് യൂസ് ചെയ്തു എന്ന് വെളിയിൽ നടക്കുന്നത് ഒന്നും അറിയാതെയാണ് ഈ പറയുന്നത്. ഇവര് തന്നെയാണ് കഴിഞ്ഞ ദിവസം മണ്ടത്തരം പറഞ്ഞ് രതീഷിനെ രാജാവായിട്ട് മറ്റേ കിരീടാധാരണവും അതേപോലെ പട്ടാഭിഷേകവും ഒക്കെ നടത്തി രാജാവാക്കി ഇരുത്തിയത്. രതീഷിന്റെ ഗെയിമിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അപ്രോച്ചുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന ശ്രീരേഖയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. എന്നിട്ടിരുന്ന് ഡയലോഗ് ഇടിക്കുകയാണ് ആര്, നമ്മുടെ ഹെഡ് മിസ്ട്രസ് ശ്രീരേഖ ചേച്ചി. സുരേഷ് ഇതൊക്കെ കേട്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാനും എന്റെ സ്പേസ് ഭംഗിയായിട്ട് യൂസ് ചെയ്തു, രതീഷിനെ സ്മാർട്ട്നെസ് കാണിച്ചാൽ അനുവദിച്ചില്ല എന്നൊക്കെ. ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കി ഇപ്പൊ ഗേ ആയിട്ടിരിക്കുന്ന മനുഷ്യനാണ് വെളിയില്. അപ്പൊ എല്ലാ കാര്യം ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. വിനാശകാലെ വിപരീത ബുദ്ധി അല്ലാതെ എന്ത് പറയാൻ ഇതൊക്കെ കണ്ടിട്ട്.